ഹല്ലേലൂയ. യേശയ്യാ പ്രവചനത്തിൽ 43 അധ്യായത്തിൽ 6, 7 തിരുലിഖിതങ്ങൾ വിട്ടുകൊടുക്കുക എന്ന് വടക്കിനോടും തടയരുത് എന്ന് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കുന്നു. ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ളവരും എൻ്റെ നാമം വഹിക്കുന്നവരുമായ എല്ലാവരെയും എൻ്റെ അരികിൽ കൊണ്ടുവരുവിൻ എന്നരുളി ചെയ്ത സർവശക്തൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം അവരെ ദുഷിക്കരുത് എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ യൂദാസ്ലീഹായുടെ ലേഖനത്തിലെ 10-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ സർവശക്തൻ്റെ തിരുമുമ്പിലേക്ക് നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കാം. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ ഓരോരുത്തരുടെ ദുഃഖങ്ങളും വേദനകളും ദൈവസന്നിധിയിലേക്ക് എടുത്ത് സമർപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങി വിടുതലായ ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ ലോകത്തിലുണ്ട്. ഒരാളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇതൊരു സിസ്റ്ററാണ്, ക്ലൂണി കോൺവെൻറ്റിലെ ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ ഇങ്ങനെയാണ് സിസ്റ്ററിൻ്റെ അനുഭവം പറയണത്. എൻ്റെ പേര് സിസ്റ്റർ ആനി, ഞാൻ ക്ലൂണി സഭയിലെ അംഗമാണ്. ക്ലൂണി എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലുള്ള സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഗ്രിഗേഷൻ്റെ പേരാണ്. ഞാൻ ക്ലൂണി കോൺഗ്രിഗേഷനിലെ അംഗമാണ്. 1 വർഷമായിട്ട് എൻ്റെ മുട്ടിനുള്ളിൽ കഠിനമായ വേദന, മുട്ടുകുത്താനോ ജോലി ചെയ്യാനോ എനിക്ക് സാധിക്കാത്ത വിധം എൻ്റെ വേദന എന്നെ അലട്ടുകയാണ്. മുട്ടിനുള്ള വേദന വർദ്ധിച്ച് അവസാനം കോൺവെൻറ്റിലെ മദറിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ അടുത്ത് പരിശോധനയ്ക്ക് പോയി. ഡോക്ടർമാരുടെ വിദഗ്ധ പരിശോധനയിൽ മുട്ടിനുള്ളിലെ ഫ്ലൂയിഡ് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത് കലശലായി വരുന്നത് എന്ന് ഡോക്ടർമാർ കണ്ടെത്തി. അതുകൊണ്ട് കഠിനമായ മെഡിക്കേഷന് അവർ നിർദ്ദേശം നൽകി. ഞങ്ങളങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വേദന വർദ്ധിക്കുന്നതല്ലാതെ ഒരു കുറവും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 മാർച്ച് മാസത്തിൽ 16-ാം തീയതി ഇതാ ടെലിവിഷനിലൂടെയുള്ള വചനപ്രഘോഷണം ഞങ്ങൾ കേൾക്കുകയാണ്. അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിനുള്ള ഈ വചനപ്രഘോഷണ സമയത്ത്, അതുപോലെ ആരാധനയുടെ സമയത്ത് കാൽമുട്ടിലെ വേദനയും മനസ്സിൻ്റെ എല്ലാ നിരാശകളും സമർപ്പിച്ച് യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് കർത്താവ് എൻ്റെ കാൽമുട്ടിൻ്റെ രോഗം ഏറ്റെടുത്ത് എനിക്ക് സൗഖ്യം തന്നു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കാൽമുട്ടിന് ആ രോഗത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല. ഹല്ലേലൂയ. നോക്കുക, ഒരു സിസ്റ്റർ ജീവിതത്തിൽ 1 വർഷത്തിലധികമായി നരകിക്കുകയാണ്. കാൽമുട്ടിനുള്ളിലെ ഫ്ലൂയിഡ് കുറഞ്ഞ് അത് കഠിന വേദനയിലേക്ക് നീങ്ങി. ആ തകർച്ച എത്ര മെഡിക്കേഷൻ ചെയ്തിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാതെ അതങ്ങനെ കൂടിക്കൂടി വരുന്നതിൻ്റെ നിരാശയിലും കണ്ണുനീരിലും ഒരു നാൾ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് ദൈവവചനം കേട്ടിട്ട് സർവശക്തനെ നനച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ അവിടെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങി. ഈ നിമിഷങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഓ ദൈവമായ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ പ്രിയ ജനത്തെ വിടുവിക്കാൻ തിരഞ്ഞെടുത്ത മണിക്കൂറാണിത്. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഓരോരുത്തരും അവരവരുടെ ദുഃഖങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങട്ടെ. ഈ ദൈവമക്കളെ പീഡിപ്പിച്ച് വർഷങ്ങൾ
കാലങ്ങളായി കണ്ണുനീരിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പീഡക ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. രോഗങ്ങളെ, രോഗത്തിന്റെ ആധിപത്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തിക തകർച്ച, കുടുംബ പ്രശ്നങ്ങൾ, കുടുംബ തകർച്ച, ദാമ്പത്യ പരാജയങ്ങൾ, എല്ലാ തകർച്ചയുടെയും, എല്ലാ കണ്ണുനീരിന്റെയും, എല്ലാ ഉപദ്രവത്തിന്റെയും ശിഥിലീകരണ ശക്തികൾ, ശത്രുപീഡകൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ദൈവമക്കൾ ആരെങ്കിലും പൈശാചിക പീഡകളാൽ നരകിക്കുന്നുണ്ടെങ്കിൽ നസ്രയനായ യേശുവിന്റെ നാമം അയക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക പീഡകളും ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കളെ സ്പർശിക്കണമേ. വിദ്യാർത്ഥിനെ തൊടണമേ കർത്താവേ. അടഞ്ഞുപോയ ബുദ്ധി, കെട്ടുപോയ ബുദ്ധി, ഓർമ്മശക്തി നഷ്ടപ്പെട്ടവർ, പഠിക്കാൻ താല്പര്യമില്ലാത്തവർ, ദുർബുദ്ധികളുള്ളവർ, അനുസരണക്കേട്, മല്ലടിക്കുന്ന പ്രകൃതങ്ങളും വിമത സ്വഭാവം പീഡിപ്പിക്കുന്നവർ, ദൈവമേ, ഭാവി ജീവിതം അടഞ്ഞുപോയവർ, വിദ്യാഭ്യാസ ജീവിതം മുരടിച്ചു പോയവർ യേശുനാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ഈ ദൈവമക്കൾ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ധ്യാനം കൂടാൻ ആഗ്രഹിക്കുമ്പോൾ തടസ്സങ്ങൾ വന്ന് സാത്താൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വചന ശുശ്രൂഷകളിൽ നിന്നും ആത്മീയ കാര്യങ്ങളിൽ നിന്നും ദൈവമക്കൾ അകറ്റിക്കൊണ്ടു പോകുന്ന എല്ലാ നാരകീയ സേനകളെയും, ദുരാത്മവാദങ്ങളെയും, അന്ധകാര ശക്തികളെയും നസറേനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ. ബുദ്ധി തെളിഞ്ഞു വരട്ടെ, ഓർമ്മശക്തി തെളിഞ്ഞു വരട്ടെ, പ്രാർത്ഥനാഭിഷേകം നിറഞ്ഞു വരട്ടെ, വചന വ്യാഖ്യാനങ്ങൾ ലഭിക്കട്ടെ. വചനത്തിൻ്റെ ആത്മാവ് ഈ കുടുംബങ്ങളുടെ മേൽ അത്ഭുതമായി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരെ ദുഷിക്കരുത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന വചനമാണ് വിശുദ്ധ യൂദാസ്ലീഹായുടെ ലേഖനത്തിലെ 10-ാമത്തെ തിരുലിഖിതം. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണവർ. സഹജവാസനയാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു. അവർക്ക് ദുരിതം. ദൈവവചനം ഒരു വലിയ വെളിപ്പെടുത്തൽ നമുക്ക് നൽകുകയാണ്. നാം എല്ലാ കാര്യങ്ങളെയും കയറി ദുഷിക്കരുത്. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അതിൽ ഒരു രംഗം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാം. അനേകം ദൈവമക്കൾ കൂട്ടമായി ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ദൈവവചനം കേൾക്കാൻ പോകുമ്പോൾ അനേകം ദൈവമക്കൾ അവരുടെ പ്രദേശങ്ങളിലുള്ള വചന ശുശ്രൂഷ ആലയങ്ങളിലേക്ക് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും പോകുമ്പോൾ ഇവരെ ദുഷിച്ചുകൊണ്ട് മറ്റൊരു കൂട്ടം ഫരീസയന്മാർ സമൂഹത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവരെന്താ പറയണത്? എങ്ങോട്ടാണ് ഈ ജനങ്ങളെല്ലാം കൂടി കെട്ടും കടയെടുത്തോണ്ട് ഓടുന്നത്? എന്താ ഇവിടെ ദൈവം ഇല്ലേ? ഇവരെന്തിനാണ് ഈ ധ്യാന കേന്ദ്രങ്ങൾക്കെല്ലാം പരക്കം പായണത്? ഇവരെന്തിനാണ് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം ഓടുന്നത്? എന്നിട്ട് പരിഹാസത്തോടും പുച്ഛത്തോടും കൂടെ പറയുന്ന ചില വാക്കുകളുണ്ട്. അതിൽ ചിലത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇതുങ്ങളെല്ലാം രോഗശാന്തിക്ക് വേണ്ടി ഓടുകയാണ്. ഇതുങ്ങളെല്ലാം എന്തോ കടബാധ്യത, എന്തോ ചില ജീവിതത്തിലെ ഞെരുക്കങ്ങളൊക്കെ മാറാൻ വേണ്ടി ഓടുകയാണ്. എന്തോ കിട്ടാൻ വേണ്ടി ഇവർ പോവുകയാണ്. രോഗശാന്തിക്ക് വേണ്ടിയാണ് ഇവർ ഓടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ പ്രേരണയാൽ ഉണർന്ന് ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി ദൈവജനം നാടിൻ്റെ എല്ലാ മുക്കിൽ നിന്നും മൂലയിൽ നിന്നും ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, കൺവെൻഷൻ ഗ്രൗണ്ടുകളിലേക്ക് പോകുമ്പോൾ, പ്രാർത്ഥന ആലയങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ രോഗശാന്തി തേടിപ്പോകുന്നവർ എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുകയാണ്. എന്തോ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്ന ഭക്തന്മാർ എന്ന് പറഞ്ഞ് അവരെ ദുഷിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും പ്രതി അവർ ദുഷിക്കുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം.
ഈ നാടിൻ്റെ എല്ലാ മുക്കിൽ നിന്നും മൂലയിൽ നിന്നും ആളുകൾ ആന്തരികമായി ഒരു പ്രചോദനം ലഭിച്ചാൽ എന്ന പോലെ ഉണർന്ന്, പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും, ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും, കുട്ടികളും മുതിർന്നവരും, ചെറുപ്പക്കാരും വൃദ്ധന്മാരും, ഈ ആബാലവൃദ്ധം ജനങ്ങൾ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ, ആബാലവൃദ്ധം ജനങ്ങൾ കൺവെൻഷൻ ഗ്രൗണ്ടുകളിലേക്ക് പോകുമ്പോൾ അവരെ ഒറ്റയടിക്കാൻ അധിക്ഷേപിക്കാൻ വരട്ടെ. അതിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനത്തിൽ 43-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങളിൽ കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ്, വിട്ടുകൊടുക്കുക എന്ന് വടക്കിനോടും തടയരുത് എന്ന് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കുന്നു. ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ളവരും എൻ്റെ നാമം വഹിക്കുന്നവരുമായ എല്ലാവരെയും എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവീൻ എന്ന് സർവശക്തൻ നമ്മുടെ പിതാവ്, എൻ്റെയും നിങ്ങളുടെയും പിതാവ്, പരിഹസിക്കുന്നവരുടെയും പോകുന്നവരുടെയും പിതാവ് ഇതാ ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. സർവശക്തനായ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് എല്ലാവരും പിതാവിൻ്റെ അരികിലേക്ക് എത്തണം എന്നുള്ളത്. ഹല്ലേലൂയ. ഇനി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു എന്താ ചെയ്തത്? യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇതാ യേശുവിൻ്റെ അരികിലേക്ക് പലതരത്തിലുള്ള ആളുകൾ വരികയാണ്. നമ്മൾ അതിൻ്റെ രംഗം ആദ്യമായി കാണുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 23 മുതൽ 25 വരെ തിരുലിഖിതങ്ങൾ വായിച്ചാൽ യേശുവിൻ്റെ പ്രവർത്തന രീതിയും യേശുവിൻ്റെ മനോഭാവവും വെളിപ്പെട്ട് വരുന്നുണ്ട്. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാവുന്ന ഏറ്റവും മനോഹരമായ ചിത്രീകരണമാണിത്. അവൻ ജനങ്ങളെ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും എല്ലാ വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലയിലുടനീളം ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെ യേശു പഠിപ്പിച്ചു, യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, പിന്നെ വന്നവർക്കെല്ലാം രോഗശാന്തികൾ കൊടുത്തു. ഇങ്ങനെ യേശു ചെയ്തപ്പോൾ ഉണ്ടായ നെറ്റ് റിസൾട്ട് എന്താണ്? അടുത്ത വാക്യം നമ്മൾ വായിക്കുകയാണ്. അവൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഗലീലി, ദെക്കാപോളിസ്, ജെറുസലേം, യൂദയ, യോർദാന്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു. യേശു ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ വലിയ ജനക്കൂട്ടങ്ങൾ യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. അതിൽ നല്ലൊരു ഭാഗം ആളുകൾ ആരായിരുന്നു? തളർവാദക്കാർ, കുഷ്ഠരോഗികൾ, പിശാച് ബാധിതർ, അപസ്മാരക്കാർ, കുരുടന്മാർ, മുടന്തന്മാർ, എല്ലാവിധ രോഗങ്ങളാലും വ്യാധികളാലും തളർന്നിരുന്ന ആളുകളും അവരെ കൊണ്ടുവന്നിരുന്നവരുമായ വലിയൊരു ഗണ ആളുകൾ യേശുവിൻ്റെ ശുശ്രൂഷയിലുണ്ടായിരുന്നു. ജനങ്ങളെല്ലാം വന്നപ്പോൾ ഒരു കാരണം യേശു നൽകിയ രോഗശാന്തികളും യേശുവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വിടുതലുകളുമായിരുന്നു. ഈ ജനങ്ങളെല്ലാം വന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഈ ജനങ്ങൾ എത്ര പേര് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്? യേശുവിനെ വന്ന് വലിയ ജനക്കൂട്ടങ്ങൾ വന്നിരുന്നു. എത്ര പേര് യേശുവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്? ആ 10 ശിഷ്യന്മാരിൽ പോലും ഒരാൾക്ക് ഫുള്ളായിട്ടും ഒരു ദൈവരാജ്യ അനുഭവത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ കാണുന്നൊരു പ്രത്യേകത, ചില കേന്ദ്രങ്ങളിരുന്ന് കണക്കൂട്ടുകയാണ്. ഈ ധ്യാന കേന്ദ്രങ്ങളിൽ ഓരോ ആഴ്ചയും 10,000-ങ്ങൾ 50,000-ങ്ങൾ അല്ലെങ്കിൽ 1,00,000-കണക്കിന് ആളുകൾ കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷേ മാനസാന്തരം അതിനനുസരിച്ച് മാനസാന്തരം ഉണ്ടാകുന്നില്ല. ഇതൊക്കെ വെറുതെയാ, ഇതൊക്കെ വെറും രോഗശാന്തിക്ക് വേണ്ടി പോകുകയാ. ഇങ്ങനെ ഇരുന്ന് ഓരോ മുക്കിലും മൂലയിൽ ചില കേന്ദ്രങ്ങളിരുന്ന് കണക്ക് കൂട്ടുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കണക്ക് കൂട്ടാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ദൈവത്തിൻ്റെ വചനത്തിൽ യേശുക്രിസ്തുവിനെ ശുശ്രൂഷ കാണുന്നത് എന്താ? യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നിരുന്നവരെല്ലാവരും യേശുക്രിസ്തു സ്വീകരിച്ചിരുന്നു. മാനസാന്തരപ്പെടുകയോ മാനസാന്തരപ്പെടാതിരിക്കുകയോ അത് അവരുടെ സ്വാതന്ത്ര്യം. യേശുവിൻ്റെ ദൗത്യം എന്തായിരുന്നു? യേശുവിൻ്റെ ദൗത്യം വന്നവരെല്ലാം യേശു സ്വീകരിച്ചു. ഈ രോഗശാന്തിക്ക് വേണ്ടി വന്നവരെ കാണുമ്പോൾ ഒരു പുച്ഛം യേശുവിനുണ്ടായിരുന്നില്ല. ഈ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് വേറെ എങ്ങും രക്ഷയില്ലാതെ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നവരെ കണ്ടപ്പോൾ നിങ്ങൾ ഈ അപ്പം തിന്നാൻ വേണ്ടി വന്നിരിക്കുക, ഇങ്ങനെ ഒരു പരിഹാസമോ പുച്ഛമോ ഒന്നും യേശു ആ തകർന്ന ജനത്തോട് കാണിച്ചിരുന്നില്ല. പകരം യേശു മറ്റൊരു മനോഭാവം കാണിച്ചിരുന്നു. അത് വിശുദ്ധ മത്തായി ശ്രീയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ, രോഗത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവർ, കുടുംബജീവിതത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവർ, ശത്രുപീഡയുടെ ദുഃഖം അനുഭവിക്കുന്നവർ, നിരാശ ബാധിച്ചിരിക്കുന്നവർ, സങ്കടപ്പെട്ടിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ, രോഗികൾ, ആരും പോലും ഇല്ലാത്തവർ, ആർക്കും സഹായിക്കാൻ പറ്റാത്ത വിധം നശിച്ച ജീവിതമുള്ളവർ, നിങ്ങൾ ഭാരം വഹിക്കുന്നവരായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു പറയുക. ഇതായിരുന്നു യേശുവിൻ്റെ മനസ്സ്. ഇതായിരുന്നു യേശുവിൻ്റെ മനസ്സ്. ഒരു ഉത്തമ സഭാ സന്താനമാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കുണ്ടാകുന്ന മനസ്സിതല്ലേ? എനിക്ക് നിങ്ങൾക്കുണ്ടാകുന്ന മനസ്സിതല്ലേ? തകർന്നൊരു മനുഷ്യൻ, തളർന്നൊരു മനുഷ്യൻ, ഈ ലോകത്തിൽ പല സ്ഥലത്തും പോയിട്ട് അവരുടെ പ്രശ്നത്തിന് പരിഹാരമില്ലാത്തൊരു മനുഷ്യൻ ദൈവവചനം കേൾക്കാൻ പോകുമ്പോൾ എൻ്റെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? അദ്ദേഹത്തെ കുറ്റം വിധിക്കാൻ നിങ്ങളാര്? ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോയ്ക്ക് പ്രിയപ്പെട്ട വിശുദ്ധ മാഗ്ദലനോട് ഈശോ പറഞ്ഞത് എന്താണ്? മനുഷ്യർ എന്നിൽ നിന്ന് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. വിശുദ്ധ ലിഖിതത്തിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 32, 33, 34 തീരുന്നത് മറ്റൊരു രംഗം വിവരിക്കുന്നുണ്ട്. അന്ന് സായാഹ്നമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവൻ അവരെ അനുവദിച്ചില്ല. എപ്പോഴും ഈശോയുടെ ശുശ്രൂഷ കാണുന്നത് അനേക രോഗികളെ സുഖപ്പെടുത്തുന്നു, നിരവധി പിശാച് ബാധിതരെ വിടുവിച്ച് വിട്ടയക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കലും അവരോട് ഒരു പരിഹാസ മനോഭാവം, ഒരു പുച്ഛ മനോഭാവം, രോഗശാന്തി തേടി വരുന്നവരെ അങ്ങനെയൊന്നും യേശു ചിന്തിച്ചിട്ടില്ല ഒരിക്കലും. പകരം രോഗശാന്തി തേടി വരുന്നവരെ കാണുമ്പോൾ യേശു ഹൃദയം കൊണ്ട് മനസ്സലിയുന്ന ഒരു രംഗമാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് ദൈവം കാണിച്ചു തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ ഇതിൻ്റെ മർമ്മം മനസ്സിലാക്കണം. ഇതെന്താണ് ആളുകൾ ഇങ്ങനെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഓടിക്കൂടുന്നത്? യേശുവിൻ്റെ അടുത്തേക്ക് ഇതാ വിവിധ രോഗങ്ങൾ ബാധിച്ചവർ, പിശാച് ബാധിതർ, കുരുടന്മാർ, മുടന്തന്മാർ, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ടവർ, കുട്ടികൾ, ബാലികാബാലന്മാർ, വൃദ്ധന്മാർ, സ്ത്രീകൾ, പുരുഷന്മാർ, കുടുംബനാഥന്മാർ, ഉദ്യോഗസ്ഥന്മാർ, എല്ലാ തരത്തിലും പെട്ട ആളുകൾ യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ഇന്ന് ശക്തമായി വചനം പ്രസംഗിക്കുന്ന ധ്യാന കേന്ദ്രങ്ങളിലേക്കും അതുപോലെ കൺവെൻഷൻ ഗ്രൗണ്ടുകളിലേക്കും ജനം കൂട്ടം കൂട്ടമായി പോവുകയാണ്. അത് കണ്ടുകൊണ്ട് നാം ഹൃദയത്തിൽ അസൂയപ്പെട്ടിരുന്നിട്ട് എന്ത് കാര്യം? അതുകൊണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഭാരപ്പെട്ടിരുന്ന എന്ത് കാര്യം? എന്താണ് ഇതിൻ്റെ മർമ്മമെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 44-ാമത്തെ തിരുലിഖിതം, എൻ്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ അരികിൽ വരാൻ സാധിക്കുകയില്ല. യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, എൻ്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ അരികിലേക്ക് വരാൻ കഴിയുകയില്ല. വീണ്ടും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ
6-ാം അധ്യായത്തിൽ 65-ാം തിരുലിഖിതം. ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യേശു പറഞ്ഞ ഈ വചനത്തിൻ്റെ പൊരുൾ എന്താണ്? യേശു 6-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ പിതാവ് ആകർഷിച്ചവർക്കേ യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റൂ. നിങ്ങൾ നോക്ക്, നാട്ടിലുള്ള എല്ലാവരും പോകണുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ പോകണുണ്ടോ? പിതാവിൻ്റെ ആത്മാവ് ആകർഷിച്ചവർക്ക് മാത്രമേ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ടാമത് യോഹന്നാൻ 6:65, എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ നിങ്ങൾ ആർക്കും എൻ്റെ അരികിലേക്ക് വരാൻ പറ്റില്ല. പിതാവിൽ നിന്നൊരു വരം ലഭിക്കണം. നിങ്ങൾ തലയുയർത്തി ചുറ്റും നോക്ക്, നാട്ടിലുള്ള എല്ലാവരും ഇതിനുവേണ്ടി ആവേശം കൊണ്ട് ഓടുന്നുണ്ടോ? പിതാവിൽ നിന്ന് വരം ലഭിക്കണം. അങ്ങനെ പിതാവ് വരം കൊടുത്ത് ഉയർത്തിക്കൊണ്ടു പോകുന്ന ആളുകളെ കാണുമ്പോഴാണ് അനേകം വ്യക്തികൾ ദുഷിച്ച് പറയുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുലിഖിതം, എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുത്ത് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എൻ്റെ പിതാവ് എനിക്ക് തരുന്നവരെല്ലാം എൻ്റെ അപ്പോൾ ഈ യേശുവിൻ്റെ വചനം കേൾക്കാൻ വരുന്നവരെ കുറിച്ച് ദൈവവചനത്തിൽ യേശു എന്താ പഠിപ്പിക്കുന്നത്? പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തവർ. എൻ്റെ പിതാവ് എനിക്ക് തരുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതത്തിൽ ദൈവം പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവനെ അനുവദിക്കും, അപ്പോൾ അവൻ എൻ്റെ അടുക്കലേക്ക് വരും, അല്ലാതെ എന്നെ സമീപിക്കാൻ നിങ്ങളിൽ ആർക്കാണ് ധൈര്യമുണ്ടാവുക? ഇങ്ങനെ ഈ വചനങ്ങളിലൂടെ ദൈവം എന്താ വെളിപ്പെടുത്തുന്നത്? സ്വർഗം ഇടപെട്ട ഒരു ദൈവ പൈതലിനാണ് യേശുവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ അവിടുന്ന് ഉണർന്ന് യേശുവിൻ്റെ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ. അത് വെറും രോഗശാന്തിക്ക് വേണ്ടി ഓടുന്നവരാണ്. നിങ്ങൾ അവരെ അധിക്ഷേപിക്കരുത്. ടെലിവിഷനിലൂടെ വചനം കേൾക്കുമ്പോൾ ആ ചാനൽ ഓണാക്കി ആ മണിക്കൂറിൽ വചനത്തിന് മുമ്പിൽ ഇരിക്കാൻ എനിക്ക് നിങ്ങൾക്കൊരു ആന്തരിക പ്രചോദനം ലഭിക്കുന്നത് വെറും രോഗശാന്തി കൊണ്ടാണെന്ന് വിചാരിക്കരുത്. ഈ ആത്മാവ് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. യേശുവിൻ്റെ പ്രബോധനകാലം യേശു പറഞ്ഞു, പിതാവിൽ നിന്ന് വരം ലഭിച്ചവരാണ് എൻ്റെ അടുത്ത് വരുന്നത്, എൻ്റെ പിതാവ് ആകർഷിച്ചവരാണ് എൻ്റെ അടുത്ത് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ യേശു പറഞ്ഞ ആളുകൾ ആരൊക്കെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്? രോഗങ്ങൾ ബാധിച്ചവർ, തകർന്നവർ, പിശാചി ബാധിതർ, മുടന്തന്മാർ, കുഷ്ഠരോഗികൾ, ഇങ്ങനെ ഒരു വലിയ സമൂഹം യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ പിതാവ് ഉണർത്തിയവർ വളരെ ടിപ്പ് ടോപ്പായിട്ടുള്ള നല്ല നിയമജ്ഞനും ഫരിസേയനും പോലുള്ള കുറച്ച് പകൽമാന്യന്മാരാണെന്ന് വിചാരിക്കരുത്. പിതാവിൻ്റെ ആത്മാവിന് ജ്ഞാനമനുസരിച്ച് പിതാവ് എല്ലാ തലത്തിലുള്ളവരെ ഉണർത്തുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കവരെ ദുഷിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും ദൈവവചനം കേൾക്കാൻ പോകുന്നവരെയും ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരെയും ആത്മീയ ശുശ്രൂഷകൾക്ക് പോകുന്നവരെയും ആത്മീയ വചനം കേൾക്കാൻ വേണ്ടി ദാഹിക്കുന്നവരെയും വെറും രോഗശാന്തിക്ക് വേണ്ടിയുള്ളവർ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ദൈവം അംഗീകരിക്കുന്നില്ല. അതാണ് വിശുദ്ധ യൂദാസ്ലീഹായുടെ ലേഖനത്തിൽ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നല്ലോ. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണവർ. ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാൽ അവർ മലിനരാവുകയും ചെയ്യുന്നു. അവർക്ക് ദുരിതം എന്നത്രേ വചനം പഠിപ്പിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ബോഷ്കിൻ്റെ ആത്മാവിൽ നിന്ന് രക്ഷിക്കണമേ, വഷളത്വത്തിൻ്റെയും അബദ്ധത്തിൻ്റെയും ആത്മാവിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ നിന്ന് ബോഷ്കിൻ്റെയും വഷളത്വത്തിൻ്റെയും അബദ്ധത്തിൻ്റെയും അരുവിയെ ശാസിക്കുന്നു. ഓ ദുർഭാഷണത്തിൻ്റെ അരുവികളെ ശാസിക്കുന്നു. കാണുന്നതിനെല്ലാം ദുഷിക്കുന്ന പ്രവണത, ദുഷിക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ അരൂപികളെയും സ്വാധീനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ.
യെശയ്യാ പ്രവചനത്തിൽ 52 അധ്യായം 2 തിരുലിഖിതം, ബന്ധനസ്ഥയായ ജെറുസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി, പ്രിയ മകനെ, മകളെ, പാരമ്പര്യമായ എല്ലാ ബന്ധനങ്ങളും കുടുംബങ്ങളിൽ നിന്ന് തകരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തമായ യേശുവിൻ്റെ നാമം കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. ഇടിമിന്നൽ പോലെ യേശുവിൻ്റെ നാമം കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ. തലമുറകളായി പാരമ്പര്യമായ എല്ലാ ബന്ധനങ്ങളും അതിൻ്റെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ ചിഹ്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.